ഹായ്. അപ്പൊ ഇതാണ് കനകക്കുന്ന്. നമ്മള് മേലെ ചിന്നാർന്ന് തോപ്രാംകുടിക്ക് പോണ വഴിക്കാണ് കനകക്കുന്ന്. കനകക്കുന്ന് ഒരു പാർക്കിലാണ് ഇപ്പൊ വന്നേക്കുന്നത്. പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ സിറ്റികളിലൊക്കെ ഉള്ള പാർക്കൊന്നും അല്ല കേട്ടോ. റൈഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും അല്ല. ഇവിടെ ജസ്റ്റ് ഫോർ റിലാക്സേഷൻ, അതിനു വേണ്ടി മാത്രമുള്ള പാർക്കാണ്. അപ്പോ നിറച്ചിങ്ങനെ പാറയൊക്കെയാണ് കേട്ടോ. പാറ, പിന്നെ ഈ പാറയിൽ ഒത്തിരി സീറ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഏറുമാടം ഇവിടെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോ ചുറ്റിനും മലയാണ്. മല എന്ന് വെച്ചാൽ ഭയങ്കര വ്യൂ ആണ് ഇവിടെ. ഇതൊരു വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആ ചേട്ടന് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലം ഇവിടെ. അത് ആ ചേട്ടന് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല, പാറയായതുകൊണ്ട് തന്നെ. അപ്പൊ ആ ചേട്ടനെ ആലോചിച്ചു ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്ന. അങ്ങനെയാണ് ഇതുപോലൊരു പാർക്ക് പുള്ളിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സെറ്റ് ആക്കിയേക്കണത്. സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് ഇത്രയും ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ഫ്രീ ആണ് കേട്ടോ കയറാനൊക്കെ. പൈസ പിരിവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയും മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ എപ്പോൾ മേലെ ചിന്നാറ് വന്നാലും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടാണ് പോവാറുള്ളൂ. പിന്നെ അത് ഇതുപോലെ സീറ്റുകൾ ഒത്തിരി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട് കേട്ടോ. നല്ല രസമുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ ചെടികളൊക്കെ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ പിടിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലൊന്നും പിടിക്കണം എന്നില്ല. പിന്നെ ഈ കാണുന്ന ഒരു ചാപ്പലാണ് കേട്ടോ. ശരിക്കും ഈ സ്ഥലത്തിന്റെ പേര് ചൂരപ്പാറ എന്നാണ്. കനകക്കുന്ന് എന്ന് പറഞ്ഞാലും പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം ചൂരപ്പാറയാണ്. എന്നെ ഏറെ വിഷമിപ്പിച്ച ഒരു കാര്യം, ആ ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഏറുമാടം ഒരു കാര്യമില്ലാതെ എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തത്. പുള്ളിയുടെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട്. എന്നിട്ടിവിടെ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ വന്ന് ആ ഏറുമാടമൊക്കെ കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞേക്കാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്നെ ഇങ്ങനെ കത്തിച്ചിട്ടേക്കണത്. അങ്ങനെയുള്ള ആളുകൾ എല്ലായിടത്തും കാണും. അപ്പൊ അതുപോലെ നശിപ്പിച്ചിട്ടേക്കണതാണ്. നിങ്ങൾക്ക് ആ കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണുന്നതാണ് നമ്മുടെ തോട്ടം. ഇന്നിപ്പോ ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉച്ച സമയമാണ്. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ നല്ല തിരക്കാണ്. നിറച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളിവിടെ അടുത്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വൺസ് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക, എന്നിട്ട് പോവുക. നല്ല സ്ഥലമാണ് കേട്ടോ. ഈ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരെ. നല്ലൊരു സ്ഥലമാണ്, എൻജോയ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇന്ന് ഞങ്ങൾ ഇവിടെ പാർക്കിലുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.